ഗൈസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10-15 ദിവസം മുമ്പ് ഞാൻ ഒരു വണ്ടി നോക്കാൻ പോയാൽ എനിക്ക് വേണ്ടിയിട്ട് തന്നെ സെക്കൻഡ് ഹാൻഡ് ഒരു 800 എന്നിട്ട് വണ്ടി നോക്കാൻ പോയിട്ട് പിന്നെ വണ്ടിയെല്ലാം കണ്ടപ്പോൾ അതായത് എൻ്റെ ഒരു കസിൻ്റെ കെയർ ഓഫിലാട്ടോ ഞാൻ പോയത്. പിന്നെ ഓൻ്റെ കെയർ ഓഫിൽ വണ്ടി നോക്കാൻ പോയിട്ട് പിന്നെ അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്ക് അവനോട് ചോദിച്ചത് നിങ്ങൾ റീപ്ലേസ് ഉണ്ടെങ്കിൽ പറഞ്ഞു. വെറുതെ ഞങ്ങൾക്ക് അവിടെ ഇങ്ങനെ പോയിട്ട് നേരത്തെ പറഞ്ഞോ അങ്ങനെ പോയിട്ട് വെറുതെ അലമ്പാവണ്ടല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ പോയിട്ട് ആടൊക്കെ എത്തിയിട്ട് എന്നിട്ട് സംഭവം എന്ന് വെച്ചാൽ വണ്ടി കണ്ടു. അവൻ പറഞ്ഞു ഒന്നുമില്ല, വണ്ടിക്കൊന്നുമില്ല, കമ്പനി ഒന്നുമില്ല. അപ്പോൾ വണ്ടി എടുത്ത് നോക്കിപ്പാ ഒരു ഡോറ് തുറന്നു, ഡ്രൈവർ സീറ്ററിൻ്റെ. ജസ്റ്റ് നോക്കുമ്പോൾ പേസ്റ്റിംഗ് ഇല്ല, റീപ്ലേസ്. എന്നിട്ട് ഓക്കെ അത് റീപ്ലേസ് മനസ്സിലായി. ശേഷം അപ്പോൾ തന്നെ ബോണറ്റ് തുറന്ന് നോക്കി. ബോണറ്റ് തുറക്കുമ്പോൾ ബോണറ്റ് റീപ്ലേസ്. രണ്ട് കുറ്റി രണ്ടിങ്ങനെ മാർക്കോട് അടിച്ചടക്ക പേസ്റ്റിങ് വന്നിട്ടുണ്ട്. നല്ല പോലെ കുട്ടികളുടെ അടിച്ചത്. 3 എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക് ഡോർ തുറന്നുണ്ട്, ബാക്ക് ഡോർ റീപ്ലേസ്. അപ്പുറ സൈഡ് അതായത് ലെഫ്റ്റ് സൈഡിലെ ഡോർ തുറന്നത് ആകെ റീപ്ലേസ് ഇല്ലാത്തൊരു ഡോറ്. ഫ്രണ്ടിലെ ലെഫ്റ്റ് സൈഡിലുള്ള ഡോർ മാത്രം റീപ്ലേസ് ഇല്ല. ഞാനിങ്ങനെ മനസ്സിലെന്തായിരിക്കും അവിടെ കുണ്ടൽ കൊണ്ടിട്ട് ചവിട്ടിട്ടുമ്പോൾ ഞായതാ അല്ല എങ്ങനെയാ സാധാരണ റീപ്ലേസിലുണ്ട് 1-2 ഡോർ. 3 ഡോർ വെച്ച് ഒരു ഡോർ മാത്രം എന്ത് സംഭവിച്ചറിയാം. എന്നിട്ട് ഇച്ച പറയുമ്പോൾ ഇല്ല റീപ്ലേസ് ഒന്നുമില്ല, വണ്ടിക്ക് റീപ്ലേസ് ഒന്നുമില്ല. ഞാൻ വന്ന് അയച്ചു. ഞാൻ ഇതിനൊന്നും പറയാൻ നിന്നിട്ടില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് പിന്നെ നമ്മൾ അവരോട് വാശി പിടിക്കേണ്ട കാര്യമില്ലല്ലോ. ഇത് ഞാൻ പറഞ്ഞ ഓക്കെ ഞാൻ പുറത്തെത്തിയിട്ട് വിവരം പറയാറുണ്ട്. നേരെ ഞാൻ പുറത്തേക്ക് വന്നു. ഞാൻ വിളിച്ചിട്ടില്ല കേട്ടോ. മനസ്സിലാക്കിയിട്ട് വണ്ടി വേണ്ടാന്ന്. അപ്പോൾ എന്തെന്ന് പറയാനുള്ളത്, ഈ നമ്മളിങ്ങനെ വിളിച്ചിട്ട് പറയുന്നത് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് നോക്കിയിട്ട് നമുക്ക് നല്ല ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അതെല്ലാവരും ഇങ്ങനെ